Hi, welcome back to our YouTube channel, Joanna and Jewel. Today our video is about our MJO OT year-end fiesta. അപ്പോൾ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്രാവശ്യത്തെ കമ്മിറ്റി മെമ്പേഴ്സ് തിരഞ്ഞെടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ് ആൻഡ് അമേസിങ് പ്ലേസ് ആൻഡ് ദ ഡെക്കറേഷൻ കമ്മിറ്റി മെയ്ഡ് ഇറ്റ് വെരി വെൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അൽ ബെയ്ത്ത് അൽ ഷാമി റെസ്റ്റോറൻ്റ് ആണ്. ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അതിന് ഔട്ട്ഡോർ ഉണ്ടെന്നുള്ളത് നല്ലൊരു ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലറിയാം, നമ്മളൊരു ചെറിയൊരു വാതി പോലെ അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഉള്ളത് നല്ലൊരു ഗാർഡൻ ഔട്ടർ ഏരിയ ആണ്. അത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പോർഷനാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പോർഷൻ അവർക്ക് കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തു, കാരണം നമ്മൾ 50 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡെക്കറേറ്റീവ് വർക്ക്. വെൽക്കം 2025 OT ഫിയസ്റ്റ. ഇത് നമ്മുടെ ഒരു ഇയർ എൻഡ് പാർട്ടി കൂടിയാണ്. നമ്മളെല്ലാ വർഷവും ഇയർ എൻഡ് പാർട്ടി ചെയ്യാറുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ ഇയർ എൻഡ് പാർട്ടിയിൽ നമ്മളൊരു കളർ കോഡഡ് ആയിരുന്നു. ഇത് നമ്മുടെ ടോട്ടൽ മെമ്പേഴ്സിനെ 4 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്ത് കളർ കോഡഡ് ഗ്രീൻ, പിങ്ക്, പർപ്പിൾ, റെഡ് ആൻഡ് യെല്ലോ. അപ്പോൾ അത് 4 പേരും നമ്മുടെ ഈ പ്രാവശ്യത്തെ കളർ കോഡിങ്. അപ്പം ഇറ്റ് വാസ് ഗ്രേറ്റ് ആംബിയൻസ് ഔട്ട്ഡോർ. നല്ല ഗ്രീനറി ആയിരുന്നു, നല്ല ഒരു വാട്ടർഫോൾസും, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്ക് ഏരിയയും. ഇപ്പം നമ്മൾ തുടങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ 4 o'clock ആണ്. 3 o'clock പറഞ്ഞെങ്കിലും എല്ലാവരും എത്തിയപ്പോഴേക്കും 4 o'clock ആയി. 4 o'clock ആണ് ടൈം. എല്ലാവരും എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ആ സമയത്ത് കുറച്ച് വെയിലുണ്ട്. പക്ഷേ ഈ ഒരു 27th ഡിസംബറിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഒത്തിരി ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വെയിലുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വിത്ത് ഫാമിലിയാണ്. ഓൾവേസ് OT സെലിബ്രേറ്റിംഗ് വിത്ത് അവർ ഫാമിലി. സോ എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ് നമ്മൾ OTയിൽ. അതിനൊരു ഗ്രേറ്റ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഞങ്ങളുടെ മാനേജർ മിസ്റ്റർ സാൻഡ്രോ മോണ്ടിസ്ക്ലാരസ്. ഹീ ഈസ് എ വെരി നൈസ് യൂണിറ്റ് മാനേജർ ആൻഡ് ഹീ ഈസ് വെരി നൈസ് ബോസ്. ഓൾവേസ് ഹീ ഈസ് ആസ്കിങ് us to bring our kids and family. So it feels us more comfortable when we are going outside also. We are bringing our family. As he always tells that we are working in the hospital, all the nurses, like all the medical professions are spending more time in the hospital than the family. So he is always asking us to bring the family. So it was amazing. And ഇവിടെ കിഡ്സിനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബിഗ് ബോസസ് ആണ് ഇവർ. പിന്നെ കുട്ടികൾ പല ഏജിലുള്ള കുട്ടികളുണ്ട്. അത് കാരണം കുട്ടികൾക്കും ഇവിടെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്പിറ്റൽ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ എക്സൈറ്റഡ് ആണ്, നമ്മളെങ്ങനെയാണ് പോവുക അങ്ങനെ. അപ്പോൾ ഇതിനകത്തുള്ള കൂടുതൽ പേരും കളർ കോഡ് അനുസരിച്ച് അവരുടെ ടീമിൻ്റെ കളർ കോഡ് അനുസരിച്ച് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ടീം ഹൂ സെലക്റ്റഡ് ദിസ് പ്ലേസ്. നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ട് നമ്മുടെ ഗെയിംസാണ്. ഗെയിംസ് ഓർഗനൈസേഷൻ കമ്മിറ്റി മെയ്ഡ് ഇറ്റ് വെരി വെൽ. ഗെയിംസ് പ്രോപ്പർ റൂൾസ് ഒന്നും ഫോളോ ചെയ്തല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കിട്ടി. ഇത് നമുക്ക് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. നമ്മുടെ ഡോക്ടേഴ്സാണ്. ENT സർജനാണത്. നമ്മൾ മിക്സപ്പ് ആയിട്ടായിരുന്നു. കാരണം നമ്മുടെ OTയിൽ എന്ത് പ്രോഗ്രാം ചെയ്താലും നമ്മളെപ്പോഴും ഡോക്ടേഴ്സിനെ നമ്മളിൽ ഇൻക്ലൂഡഡ് ആണ്. OTയിൽ അങ്ങനെയാണല്ലോ. അപ്പം പിള്ളേരും ഡോക്ടേഴ്സും എല്ലാവരും അഡൽട്ട്സും പാരൻസ് എല്ലാവരും കൂടി മിക്സപ്പ് ആയൊരു ഗെയിമായിരുന്നു ഇത്. കുറേ കള്ളക്കളിയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഗൈസ്. വന്നവർ തന്നെ വരുന്നുണ്ട്, കൈകൊണ്ടെല്ലാം എടുത്തിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് മാഷ്മെല്ലോ ഈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ കൊടുത്തപ്പോൾ തന്നെ ഓപ്പണായിട്ട് വിശന്നിരുന്നവരൊക്കെ നന്നായിട്ട് വേഗം കഴിച്ചു, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ. പക്ഷേ നല്ല നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം കുട്ടികൾക്ക് മാഷ്മെല്ലോ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരത് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ് അതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലെടുത്തത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് ടാപ്പ് ചെയ്യാനായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്,
തേർഡ് 2 പേര് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇവർക്കെല്ലാം പ്രൈസും ഉണ്ട് കേട്ടോ. നമ്മൾ ഓട്ടിയിലെല്ലാവരും പ്രൈസും കൊടുക്കുന്നുണ്ട്. അടുത്ത് അഡൽസിൻ്റെ ഗെയിമാണ്. ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഇരിക്കുകയാണ്, ആരും വരുന്നില്ല. അപ്പം ഇത് നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ്. ആരാണോ ഒരു പേപ്പർ ഒഴയുണ്ട്, ആ പേപ്പർ ഇതുപോലെ വീശി അപ്പുറം കൊണ്ടിടുക. അങ്ങനെ 4 പേര് അടങ്ങിയ ഒരു ടീം, അങ്ങനെ 3 ടീംസായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ടീം, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീം വിന്നായില്ല. എൻ്റെ കൊളീഗ്സ് അടുത്ത ടീമാണ് വിന്നായത്. എനിവേ ഇറ്റ്സ് വെരി എൻജോയബിൾ യു നോ. ലൈക്ക് കിഡ്സിനെ കൊണ്ട് നമ്മളും കിഡ്സിനെ പോലെ ഗെയിം കളിക്കുക, ഡാൻസ് കളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇറ്റ്സ് സോ ഫണ്ണി. നമ്മൾ കുറച്ചും കൂടി യങ്ങാവും നമ്മൾ ഇതുപോലുള്ള പാർട്ടികളൊക്കെ വല്ലപ്പോഴൊക്കെ നടത്തുമ്പോൾ. നമ്മുടെ ബോസാണ് അവിടെ നിൽക്കുന്നത്. സാറ് ഡോക്ടേഴ്സൊന്നും വരാത്തത് കാരണം ഡോക്ടേഴ്സിന് മാത്രം വേണ്ടിയിട്ടൊരു ഗെയിം സജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് അവിടെ വരാതിരിക്കാൻ നിവർത്തിയില്ല. സോ ഓൾ കെയിം ആൻഡ് എൻജോയ്ഡ്. ഇറ്റ് വാസ് അമേസിങ്. ഓക്കെ, പിന്നെന്താ, കുട്ടികൾക്ക് കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേറെ ഗെയിമുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെയിം അല്ല, എല്ലാവരും പോയി അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഷീസ് സോ ഹാപ്പി. She's enjoying nicely because there is background music also is there, so it is so funny. And who arranged the games is well organized and well arranged. So it is their hard work to find the games and arrange the properties and everything. All are so happy. All the kids, even the adults are so happy. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസിൻ്റെ ഇടയ്ക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഗെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ ഡിന്നർ, അങ്ങനെ. അപ്പോൾ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഒരു ചെറിയ വ്യൂ കണ്ടിട്ട് whatever you like. Turn this up and you woke up. You talking, you dream, dance, smoke all the night. Mugga, what's up? Oh. Don't you want me like I want you, baby? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Hey, so now you know the game. Are you ready?
മനസ്സിലായോ? പാട്ട പോറാ Suavecito, bebé. Taki, 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 rumba. Video ko. Video ko. Crazy, all you gotta do is just meet me at the പൊന്ന നീ അവനെ പിടിക്കില്ല, നീ കളിക്കുക അല്ലെങ്കിൽ വീഴും. നമുക്ക് ഉണ്ടായിരുന്നത് ബൊഫേ ആയിരുന്നു. ബൊഫയിൽ കുബൂസ് ഉണ്ടായിരുന്നു, ചിക്കൻ മന്തി, പിന്നെ ബട്ടർ ചിക്കൻ, പാസ്ത വിത്ത് വൈറ്റ് സോസ്, ഇതെന്തോ ബീഫിൻ്റെ ഒരു സ്റ്റിക്ക് ആണ്, സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ഷവർമ സാൻഡ്വിച്ച്, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ബീഫ് സ്റ്റിക്ക്, പിന്നെ ഷ്രിംപ്, ക്രാബ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, കബാബ്, ടിക്ക അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് ഹൂമൂസ്, ഗാർലിക് പേസ്റ്റ്, ഹൂമൂസ്, മയോണീസ്, പിന്നെ സാലഡ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു ഗൈസ്.
എല്ലാം ടേസ്റ്റ് ചെയ്തു, ഒരുപാട് കഴിച്ചില്ല, ടേസ്റ്റ് ചെയ്തു. എല്ലാം നല്ല നല്ല അറബിക് സാലഡ്സ് ആണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അവരുടെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ സാലഡ്സാണ്. വെറൈറ്റി സാലഡ്സ് എല്ലാം നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കാത്ത ഒരു മോഡൽ അറബിക്സിൻ്റെ മീനായിട്ടുള്ള. പിന്നെ സമൂസ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിയപ്പം പോലെ ഇരിക്കും, പക്ഷെ ഉണ്ണിയപ്പമല്ല. എന്താ സാധനം എന്ന് എനിക്കറിയില്ല. പിന്നെ ഒലിവ്, ഇറ്റ്സ് അറബ്സ്, വെരി നൈസ് അറബ്സ്. ദാറ്റ് ഈജിപ്ഷ്യൻ പിക്കർ, ഗ്രീൻ ഫ്രഷ് സാലഡ്, ഗ്രീൻ സാലഡ്സ് ഉണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഫ്രഷ് ജ്യൂസായിരുന്നു. മാംഗോ, സ്ട്രോബെറി ആൻഡ് പൊമിഗ്രാനൈറ്റ് അതായിരുന്നു ഫ്രഷ് ജ്യൂസിൻ്റെ ഉണ്ടായിരുന്നു. 3 ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് ഫ്രൂട്ട് കട്ട്സ് ഉണ്ടായിരുന്നു, കുനാഫ, കേക്ക്, റുമാലി. ഇത്രയായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഡിന്നർ. നൈസ് ഡിന്നർ ഗൈസ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസും ഗെയിംസും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിന്നർ നടക്കുന്നുണ്ട്. ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രോഗ്രാംസ് ഓൺഗോയിങ് ആണ്. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ സീക്രട്ട് സാന്റ എല്ലാവരും ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മുടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാഫിനെ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഹൗസ് കീപ്പിംഗ്, OTയിലെ ഹൗസ് കീപ്പിങ്ങിനും ക്ലീനേഴ്സിന്, ഹൗസ് കീപ്പിങ്ങിലെ സ്റ്റാഫിന് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ SRN ബിന്ദു ചേച്ചിനെ ഏൽപ്പിക്കേണ്ടായത്. അങ്ങനെ നമ്മളെല്ലാം ഫുഡെല്ലാം കഴിച്ച് നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഫുഡ് ഭയങ്കര റിച്ച് ഫുഡായിരുന്നു കേട്ടോ ഗൈസ്. അറബിക്കായിരുന്നു മെയിനായിട്ടുള്ള കസിൻസ്. ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചങ്ങനെ എൻജോയ് ചെയ്യാണ്. നമുക്ക് ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോർഷനിൽ ഒരു പോർഷൻ മൊത്തം ജൊഹാറ ഹോസ്പിറ്റൽ OTTന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. കാരണം ആ ഒരു ഏരിയയിലുള്ള എല്ലാ ടേബിൾസും നമുക്ക് തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ അഡൽട്ട്സ് തന്നെ അറൗണ്ട് 50+ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി എല്ലാവർക്കും വരാൻ പറ്റിയില്ല. കാരണം ഇത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ എല്ലാവർക്കും ഓഫില്ല. പിന്നെ നമുക്ക് ഡ്യൂട്ടിയുടെ ടൈമിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 4 to 8 ആണ് ഈവനിങ് ചെയ്തത്. ഒത്തിരി ലേറ്റ് നൈറ്റ് ആയാൽ ഭയങ്കര തണുപ്പാവും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പാണിത്. അവർ ഒരു ടേബിളിലാണ് ഇരുന്നത്. അങ്ങനെ അവർ കപ്പിൾസാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇതിനകത്ത് ആരും നമുക്ക് അപരിചിതരല്ല. വി നോ ഈച്ച് അതർ, ഈവൻ ദ ഫാമിലി, wife, husband, kids, we know each other because we are always gathering together as a family. Always the family parties are there. ആ ലൈറ്റെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമ്മൾ ഇന്ത്യൻസ് മാത്രമല്ല, ഫിലിപ്പിനോസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, എല്ലാം നമ്മുടെ കൂടെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഈവൻ വി ഡോണ്ട് ഹാവ് എനി സെപ്പറേഷൻ ഇൻ ദ നാഷണാലിറ്റി ഓൾസോ. നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും. നല്ലൊരു വൈബാണ് ഗൈസ്. ഔട്ട്ഡോർ ഇരുന്ന് എൻജോയ് ചെയ്യുക, ചിറ്റ് ചാറ്റിങ്. ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിൽ പോയി ചിറ്റ് ചാറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും പോവുക. നമുക്കങ്ങനെ എന്താ പറയുക, നല്ലൊരു ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു അത്. നമുക്ക് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ 1 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു താങ്ക്സ് ഗിവിങ് കൂടിയാണ് ഈ പാർട്ടി. നമുക്ക് ഒത്തിരി ചോയ്സ് ഉണ്ടായിരുന്നു ഫുഡിന്. ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അതിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരുന്നു. കുട്ടികൾക്കൊക്കെ കേക്കും ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഫ്രഷ് ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. പൊമിഗ്രാനൈറ്റ്. കുട്ടികളെ കഴിപ്പിക്കാനുള്ള ബഡി ചിപ്സോ ഫ്രഞ്ച് ഫ്രൈസോ കണ്ടാൽ പിന്നെ കുട്ടികളെല്ലാം അതിൻ്റെ പുറകെയാണ്. ഫാദേഴ്സ് എല്ലാം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മദേഴ്സാണ് സ്ട്രഗിൾ ചെയ്യുന്നത് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഹാപ്പി. ഹി ഈസ് മുത്തു, ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ. അപ്പോൾ ഗൈസ്, നമുക്ക് തികച്ച അപ്രതീക്ഷിതമായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി അതിൻ്റെ ഇടയിൽ വന്ന് കിട്ടി. നമ്മുടെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ തഹാനിയുടെ മോളുണ്ടായിരുന്നു. അവർ വിത്ത് ഫാമിലി വന്നേ. അപ്പോൾ ഡോക്ടറിൻ്റെ മോളുടെ ബർത്ത്ഡേ അന്ന് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ കൂടി
It was very nice evening and it was very nice program who organized. Thank you so much. I think all enjoyed very well in our OT. And കാണുന്ന നിങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഞങ്ങളുടെ ചാനൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, like our videos, share if you like, and press the bell button. So thank you all. Bye bye.